മുനമ്പം കമ്മീഷൻ റദ്ദാക്കിയിരിക്കുന്നു. മുനമ്പം കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഗൗരവതരമായ ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. മുനമ്പം കമ്മീഷന്റെ നിയമനത്തെ ഹൈക്കോടതി റദ്ദാക്കുന്നു. നേരത്തെ ചില ചോദ്യങ്ങൾ ഹൈക്കോടതി ഗൗരവത്തിൽ ചോദിച്ചിരുന്നു. നിയമപരമായ സാധ്യതകളൊക്കെ പരിശോധിച്ചുകൊണ്ടാണോ ഇങ്ങനെ ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നത്? നേരത്തെ യാന്ത്രികമായ ഒരു പ്രവർത്തനം മാത്രമാണ് ഈ മുനമ്പം കമ്മീഷനോടെ എന്നാണ് കോടതി വിലയിരുത്തിയിട്ടുള്ളത്. നേരത്തെ ഹൈക്കോടതി തീർപ്പാക്കിയ വിഷയത്തിൽ എങ്ങനെയാണ് അതിന് മുകളിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വരുന്നത് എന്ന ചോദ്യം നേരത്തെ തന്നെ കമ്മീഷന്റെ ഭാവി അത് നേരത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ സുപ്രധാനമായ തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് വരുന്നു. നിയമനം നിയമപരമല്ല എന്ന തീർപ്പിലേക്ക് എത്തുന്നു ഹൈക്കോടതി. സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. ഈ പ്രശ്നം കമ്മീഷനോട് പരിഹരിക്കാം എന്ന് പ്രതീക്ഷിച്ച രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചും തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഈ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബിനിലാണ് ചേരുന്നത്. ബിനിൽ, ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീർപ്പിലേക്ക് എത്തിയത്? കാണിച്ച പോലെ ഈ കേസിൽ കമ്മീഷന്റെ നിയമപരമായ സാധ്യതയെ പല ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ കമ്മീഷന്റെ ഭാവി അതെന്താകുമെന്ന കാര്യം ഏതാണ്ട് നമുക്ക് ഉറപ്പായിരുന്നു. ഇന്ന് ഹൈക്കോടതി ആ തീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുന്നു. ആ നിയമനം നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ഇത് പ്രധാനമായും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു തർക്ക വിഷയമാണ്. വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനായി വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ കഴിയുള്ളൂ. വഖഫ് ബോർഡിന് വലിയ അധികാരങ്ങളുണ്ട്. അതെല്ലാം നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ നിയമം വ്യക്തമായി നിലനിൽക്കെ സർക്കാരിന് മറിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. നിയമം വ്യക്തമായി നിലനിൽക്കെ സർക്കാരിന് എടുക്കാൻ കഴിയില്ല എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതായത് സംസ്ഥാനത്തോ രാജ്യത്തോ എവിടെയെങ്കിലും ഒരു വഖഫ് ഭൂമി ഉണ്ടെങ്കിൽ ആ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ബോർഡും വഖഫ് ട്രൈബ്യൂണലുമാണ്. തർക്കമുണ്ടെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിലേക്ക് പോകാം. ഇവിടെ വഖഫ് ട്രൈബ്യൂണൽ തന്നെ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന ഉത്തരവ് പാസാക്കിയിട്ടുണ്ട് എന്നതാണ് ഹൈക്കോടതി പറയുന്നത്. അത് ഒരിടത്തും ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല ഇതുവരെ. വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ പുതിയ ഹർജികൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതല്ലാതെ മറ്റ് നിയമപരമായി മറ്റൊരു തരത്തിലൂടെ അതിലേക്ക് പോകാൻ കഴിയില്ല. കാരണം രാജ്യത്തെ നിയമം സുവ്യക്തമാണ്. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതൊരു തീരുമാനവും എടുക്കാൻ അന്തിമമായ തീരുമാനം വഖഫ് ട്രൈബ്യൂണലിന്റേതാണ്. ആ ട്രൈബ്യൂണലിനപ്പുറത്ത് മറ്റൊരു സിവിൽ കോടതികൾക്കും അത് സംബന്ധിച്ച് യാതൊരുവിധ കോടതി സ്വഭാവമില്ലാത്തതാണ് എന്ന് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടായപ്പോൾ സർക്കാർ വാദിച്ചത് ഇതിന് ഈ CN രാമചന്ദ്രൻ കമ്മീഷന് ജുഡീഷ്യൽ സ്വഭാവമോ അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമോ ഇല്ല. കാര്യങ്ങൾ പരിശോധിക്കുന്നു, സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്മിറ്റിയുടെ ചുമതല മാത്രമേ ഇതിനുള്ളൂ എന്ന നിലപാട് മയപ്പെടുത്തിയതാണ് സർക്കാർ കോടതിയിൽ. ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടായേക്കും എന്ന ഗൗരവം മനസ്സിലാക്കി അതും കോടതി ഉൾക്കൊള്ളാതെ തന്നെ പരിപൂർണമായി ആ വാദത്തെയും തള്ളുകയാണ് അല്ലേ? രതീഷ്, ആ വാദവും തള്ളുകയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിന് ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു തീരുമാനം എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ശുപാർശയുമായി ചെന്നാൽ ആ റിപ്പോർട്ട് കൊണ്ട് സർക്കാരിന് യാതൊരുവിധ ഗുണവുമില്ല എന്നാണ് കോടതി പറയുന്നത്. കാരണം ഇവിടെ വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് ട്രൈബ്യൂണലാണ്. ഏതെങ്കിലും തർക്ക വിഷയങ്ങൾ വന്നാൽ ആ ട്രൈബ്യൂണലാണ് തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷനുമായി സർക്കാരിന് മുന്നിലേക്ക് എത്തി ഒരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മീഷനാണെന്ന് സർക്കാർ പറഞ്ഞാൽ പോലും അവിടെ വസ്തുത സർക്കാരിന്റെ മുന്നിലേക്ക് എത്തിയാൽ പോലും കഴിയില്ല. സർക്കാരിന് പോകാൻ കഴിയുന്നത് ഈ ട്രൈബ്യൂണൽ വഴിയാണ്. അതല്ലെങ്കിൽ പരാതിക്കാർക്ക് പോകാൻ കഴിയുന്നത് വഖഫ് ട്രൈബ്യൂണൽ വഴിയാണ്. അതാണ് ഈ രാജ്യത്തെ നിയമം. ആ നിയമം നിലനിൽക്കെ ഇത്തരത്തിലൊരു കമ്മീഷനെ നിയോഗിച്ചതുകൊണ്ട് സർക്കാരിന് ഒരു ഗുണവുമില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കമ്മീഷൻ നിയമനം ഒരു യാന്ത്രികമായ ഒരു തീരുമാനമാണ് എന്ന് കോടതി വിലയിരുത്തുന്നത്. അതായത് ഈ കമ്മീഷനെ വച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒരിടത്തു പോലും സർക്കാർ ഇത് പരിശോധിച്ചിട്ടില്ല. ഇതിന്റെ നിയമപരമായ സാധുതയെക്കുറിച്ച് ഒരു തരത്തിലും പരിശോധിച്ചില്ല എന്നൊരു വിമർശനം കൂടി കോടതി ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി കോടതി പറയുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള സർക്കാരിന്റെ അധികാരമുണ്ട്. അത് പൊതു താല്പര്യമുള്ള വിഷയങ്ങളിലാണ്. ആ പൊതു താല്പര്യം ഈ വിഷയത്തിൽ ഉണ്ട് എന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒരിടത്തും സർക്കാർ പറഞ്ഞിട്ടില്ല.
നേരത്തെ നമ്മൾക്കറിയാം സോളാർ കമ്മീഷൻ അടക്കം പല കമ്മീഷനുകളും ഉണ്ടായപ്പോൾ അത് പൊതു താല്പര്യമുള്ള ഒരു വിഷയം എന്ന രീതിയിൽ ആ ഉത്തരവിന്റെ ഭാഗമായി വരുന്നത് കൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമപരമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഇവിടെ അത്തരത്തിലൊരു കാര്യം ഈ ഉത്തരവിൽ പോലും ഇല്ല. അതുകൊണ്ടാണ് ആ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഈ നിയമനം തന്നെ ഹൈക്കോടതി പാളിച്ചയുണ്ട്, ആ തീരുമാനത്തിൽ തന്നെ പാളിച്ചയുണ്ട് എന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. അതിന്റെ പിന്നാലെ ഇപ്പോൾ ആ ഉത്തരവും വരികയാണ്. ഇപ്പോൾ മുനമ്പം സംരക്ഷണ സമിതിയുടെ, അതായത് ഈ വഖഫ് സംരക്ഷണ സമിതി, ഇവരാണ് കോടതിയിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കോടതിക്ക് ഒന്നുമേ ചെയ്യാൻ, അതായത് കോടതി പറഞ്ഞതിനപ്പുറത്തേക്ക് കമ്മീഷൻ ഒന്നുമേ ചെയ്യാൻ കഴിയില്ല എന്നുള്ള വാർത്ത നേരത്തെ വന്നതാണ്.